എൻ്റർടൈനറാണ്, പാട്ടുകളൊക്കെ നല്ലതാണ്. അതൊരു ഫാമിലി മൂവിയാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രിവാൻഡ്രം ഫൈൻസ്. നമ്മളിന്ന് വന്നേക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമായ ഇന്നസെൻറ്റിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഫാമിലി വൺ ടൈം വെച്ചേ ഉള്ളൂ. തമാശ സിനിമയാണ്, നല്ല സിനിമയാണ്, കുറേയൊക്കെ ചിരിക്കാം. എൻ്റർടൈനറാണ്, പാട്ടുകളൊക്കെ നല്ലതാണ്, നല്ല നല്ലതാണ്, വളരെ നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്, കൊള്ളാം. ഒരു ലൈറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. എടുത്തു പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. കോമഡി ഫിലിം എനിക്കിഷ്ടമായി, നല്ല സിനിമ. വൺ ടൈം ഫാമിലി ആയിട്ട് നല്ല സിനിമ, കോമഡി ഒക്കെ ഉണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും അഭിനയം, ലാസ്റ്റില് സോങ്ങില്ലേ അത് നന്നായിട്ടുണ്ടായിരുന്നു. ഫാമിലി പടമാണ്, ചിരിക്കാനുണ്ട്, എല്ലാ രീതിക്കും ഉള്ള നന്നായിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ഞാനൊരു കുഞ്ഞ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. 4ാമത്തെ സിനിമയാണ്, പക്ഷേ ഇത്രയും തിയേറ്റർ റെസ്പോൺസ് കിട്ടുന്നത്, അനുഭവിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ തമാശകൾക്ക് ആൾക്കാർ, പാട്ടുകളും നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് ഈ ഒരു സിനിമ കാണണം. ഒരുപാട് പേരുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ അറ്റംപ്റ്റ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ നമ്മുടെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളുടെ ഫ്രണ്ടിലും ഒരു കൈകൊട്ടിക്കളി അങ്ങനെ നടത്തിയിട്ടാണ്. അപ്പോൾ ഒത്തിരിയും പേര് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും പലരും കാശ് പോലും വാങ്ങാണ്ട് അവരുടെ ഒരു കല അത് എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിൽ. അപ്പോൾ ഇതൊരുപാട് പേരുടെ ഒരു ഹാർഡ് വർക്കാണ്. നല്ല സിനിമയാണ്. നിങ്ങൾ വിചാരിച്ചാൽ അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും. ഫാമിലിയുമായിട്ട് തിയേറ്ററിൽ വന്ന് കാണണം. ഒരുപാട് ചിരിച്ചു. ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമ. കൊള്ളാം, നല്ല സിനിമ. കോമഡി മൂവിയായിരുന്നു, ഫുൾ ടൈം കോമഡി ആയിരുന്നു. ലാസ്റ്റ് വരെ ചിരിക്കാറുണ്ട്. പിന്നെ ഫാമിലി ആയിട്ടെല്ലാം വന്ന് കാണാം. തീം ഈ KSRTC അതിൻ്റെ ടോയ്ലറ്റ് ക്ലീൻ അതിനൊക്കെ പറ്റി. ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര റേറ്റിംഗ്? ഒരു 8 ഒക്കെ കൊടുക്കും. ഇത്രയും ഇങ്ങനെ സീൻ ബൈ സീൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വരുന്ന ആൾക്കാർക്ക് അതൊരു അവരുടെ റിലേറ്റബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സിനിമ കണ്ടതുപോലെ തന്നെ മൊത്തത്തിൽ മൂവി എങ്ങനെയാണെന്നുള്ളത് ഞാനും ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് പല ഭാഗങ്ങളിലും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വൈറൽ, അതിൻ്റെ പിന്നിൽ ഒരു ഫാമിലി സ്ട്രഗിൾ ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു വ്യക്തി സ്ട്രഗിൾ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് എനിക്കത് വളരെയധികം കണക്റ്റായി. സോഷ്യൽ മീഡിയ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. അത് ആ ഒരു തരത്തിൽ എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളത് ചർച്ച ചെയ്യുന്നുണ്ട് സിനിമ. തീർച്ചയായിട്ടും ഒരു ഫാമിലി എൻ്റർടൈനറാണ്. നല്ല തമാശകളുണ്ട്. നല്ല ഫിലിമായിരുന്നു. കോമഡി കുഴപ്പമില്ല. വളരെ ഹാപ്പി ആയിട്ട് തോന്നി. കോമഡിയൊക്കെ നല്ലതാണ്. ഫാമിലി മൂവിയല്ല, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് പോലെ. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റും. നല്ല സിനിമ, സോഷ്യൽ മീഡിയ ബേസ്, നല്ല പടം. സോ നിങ്ങളിപ്പോൾ കണ്ടത്, ഇപ്പോൾ സിനിമ കണ്ടവരുടെ റിവ്യൂ മാത്രമാണ്. എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യും.